ഭാരതത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിലും ദേശീയ സുരക്ഷയിലും പരാജയമാണെന്നും തരൂർ പറഞ്ഞു. പൂനെയിൽ മലയാളി സംഘടനാ നേതാക്കളുടെയും സമാജം പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു തരൂർ. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിലും ദേശീയ സുരക്ഷയിലും പരാജയപ്പെട്ടെന്നും അതുകൊണ്ടാണ് രാമക്ഷേത്രവും ഹിന്ദുത്വ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൊണ്ടുവന്നതെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP പറഞ്ഞു. ഭാരതത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞാനിവിടെ നിങ്ങളോടും പറയാൻ പോകുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇത് ഭാരതത്തിന് ഭാവി തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മളുടെ ഞാൻ പറയുന്നത് കൂടുതലല്ല, ഭാരതത്തിന് ആത്മാവിനെ സംരക്ഷിക്കാൻ ഒരു സംഘർഷമാണ്. പൂനെയിൽ മലയാളി സംഘടനാ നേതാക്കളുടെയും സമാജം പ്രതിനിധികളുടെയും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ശശി തരൂർ. BJP ഇപ്പോൾ വികസനത്തെക്കുറിച്ചോ ദേശീയ സുരക്ഷയെക്കുറിച്ചോ സംസാരിക്കുന്നില്ലെന്നും മറിച്ച് മതവിശ്വാസത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണെന്നും ശശി തരൂർ കുറ്റപ്പെടുത്തി. നോട്ട് അസാധുവാക്കൽ മൂലം ചെറുകിട വ്യവസായങ്ങൾ തകർന്നതായും ശശി തരൂർ ചൂണ്ടിക്കാട്ടി. ദക്ഷിണേന്ത്യയിൽ NDAയുടെ സ്ഥിതി മോശമായതിനാൽ കേരളത്തിലും തമിഴ്നാട്ടിലും BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നും ശശി തരൂർ പറഞ്ഞു. പിംപ്രി ചിഞ്ചുവാഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ മുൻ അംഗം ബാബു നായരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ AICC സെക്രട്ടറി ആശിഷ് ദുവ, MPCC അംഗം ഷാനി നൌഷാദ്, കോൺഗ്രസ് പിംപ്രി ചിഞ്ചുവാഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് സജീവ് വർക്കി, NP രവി തുടങ്ങിയവർ സംസാരിച്ചു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.